Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് ടിപ്പായിട്ടാണ്. നമ്മുടെ വീടുകളിലുള്ള വെള്ള വസ്ത്രങ്ങൾ എങ്ങനെ നമുക്ക് നല്ലതുപോലെ തിളക്കമുള്ളതാക്കാൻ പറ്റുമെന്നുള്ളതാണ് വീഡിയോ. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഈ അലക്കുന്ന വെള്ളത്തിൽ ചേർക്കേണ്ട അല്ലെങ്കിൽ മുക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ചേർക്കേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുഞ്ഞുങ്ങളുടെ 2 സ്കൂൾ യൂണിഫോമിൻ്റെ ഷർട്ടുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഷർട്ടുകളുടെ കോളറിലൊക്കെ എപ്പോഴും അഴുക്കുണ്ടാവും. കുഞ്ഞുങ്ങളുടെ സ്കൂളിലത്തെ വയർപ്പും അഴുക്കും ഒക്കെ ഈ പറഞ്ഞ ഷർട്ടിൻ്റെ കോളേഴ്സിലുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ പക്ഷേ മെയിൻലി ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന കളറിലുള്ള വസ്ത്രം അല്ലെങ്കിൽ ഈ ഒരു ഷർട്ട് ഞാൻ ഈ കാണിക്കുന്ന ഒരു സൂത്രപ്പണിയിൽ കൂടെ എങ്ങനെയാണ് നല്ലതുപോലെ തിളങ്ങുന്ന ഒരു വൈറ്റ് ഡ്രസ്സ് ആവുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ 2 ഷർട്ട് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് ആദ്യം ഞാനൊരു പകുതി തണുത്ത വെള്ളവും പൈപ്പിലത്തെ വെള്ളവും ബാക്കി പകുതി എന്നുള്ളത് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, എൻ്റെ കയ്യിൽ നമുക്ക് പിടിക്കാവുന്ന അത്രയും ഒരു ചൂടാണ് വേണ്ടത്. അപ്പോൾ ചെറു ചൂടുവെള്ളം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഇത്രയും ഉള്ള ഒരു വാഷിംഗ് ഡിറ്റർജൻറ്റ് പൗഡറാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു കണക്ക് പറയാനുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം കാണും. അത്രയും നമ്മൾ ഡിറ്റർജൻറ്റ് പൗഡർ ഇടുകയാണ്. കാരണം ഇതിൻ്റെ ചെളികളൊക്കെ പോവണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉള്ള ബേക്കിംഗ് സോഡ. അത് തീർച്ചയായും നിങ്ങൾ ചേർക്കണം. ഈ ബേക്കിംഗ് സോഡയാണ് ഇതിനകത്തുള്ള അഴുക്കുകളൊക്കെ കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് വിനാഗിരി ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ടാവും. ഒരു ടേബിൾ സ്പൂൺ കണക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഏകദേശം കണക്കറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അത് സ്ക്വീസ് ചെയ്തിട്ട് നേരെ തന്നെ ചേർക്കാണ്. പക്ഷേ ടേബിൾ സ്പൂൺ കണക്കിൽ 3 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഇനി ഇത് 3ഉം ചേർക്കുക. നമ്മളെല്ലാവരും ഇതൊക്കെ ചേർക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ചെയ്യുന്നവരായിരിക്കും അധികം. പക്ഷേ ഇതുകൂടാതെ ഒരു സൂത്രം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതാണ് ശരിക്കും വസ്ത്രങ്ങളിൽ ആ ഒരു വൈറ്റ് കളർ കൊടുക്കുന്നത്. ഞാൻ ഇനി ചേർക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. എന്താണെന്നല്ലേ, അതൊരു സൂത്രം തന്നെയാണ് കേട്ടോ. നമ്മൾ പലവരും ചിന്തിക്കുന്നുണ്ടാവേ ഇതാണോന്ന്. ഇത് തന്നെയാണ്. ഇത് പാലാണ്. നമ്മുടെ സാധാരണ പശുമ്പാലാണ് ചേർക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂണോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ഷർട്ടിന് 3 ടേബിൾ സ്പൂൺ. അപ്പോൾ അതാണ് ഒരു കണക്ക് കേട്ടോ. ഈ ഒരു പാലാണ് സത്യത്തിൽ ഈ ഒരു വൈറ്റ് ഷർട്ടിന് നിറം കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ചേർത്തിട്ടുള്ള വിനാഗിരി, ബേക്കിംഗ് സോഡ, ഡിറ്റർജൻറ്റ് അതൊക്കെ അഴുക്ക് പോവാനും എന്തെങ്കിലും മണമൊക്കെ ഉണ്ടെങ്കിൽ പോവാനും വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഈ ഒരു പാലാണ് ഈ ഒരു തുണികൾക്ക് വെള്ള നിറം കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഇത് കഴുകി കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് അറിയാൻ പറ്റും. ഇതൊരു മാജിക്കൽ റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇനി ഇത് ഒരു 5 മിനിറ്റോളം ഞാൻ ഇതിനകത്തൊന്ന് മുക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഈ 5 മിനിറ്റ് ഇതിനകത്ത് മുക്കി വെക്കുമ്പോൾ ഈ ബേക്കിംഗ് സോഡ, വിനാഗിരിയൊക്കെ ചേർന്ന് ഈ നമ്മുടെ ഈ കോളറിലുള്ള അഴുക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കറകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതുപോലെ തന്നെ ഇളകാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഒന്ന് തിരുമ്മി കൊടുക്കാം. 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് അഴുക്കുകളൊക്കെ തിരുമ്മി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തുണി ഒന്ന് കൂട്ടി ഉരച്ച് കഴുകാം. അപ്പം ഞാനിന്നിവിടെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതൊന്ന് നല്ലതുപോലെ ഒന്ന് തിരുമ്മി എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അഴുക്കൊക്കെ അലിഞ്ഞു വരുന്നത് കാണാൻ പറ്റും. ഇളകിയിരിക്കുമായിരിക്കും അഴുക്കുകളെല്ലാം ഈ ബേക്കിംഗ് സോഡയിലൊക്കെ നമ്മൾ മുക്കി വെച്ചതുകൊണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, ഞാനിന്നിവിടെ ടൂത്ത് ബ്രഷ് അല്ല യൂസ് ചെയ്യുന്നത്. ഞാനത് കൈകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒന്ന് ഇച്ചിരി വെള്ളമെല്ലാം എടുത്ത് നല്ലതുപോലെ ഒന്ന് കൂട്ടി തിരുമാണ് ചെയ്യുന്നത്. അപ്പം എന്നാലാണ് കൂടുതൽ പെട്ടെന്ന് പോവുക. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരു മടിയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂത്ത് ബ്രഷാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ ഈ ഒരു അലക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ഭയങ്കര ഹാർഷാണ്, ഭയങ്കര റഫാണ്. അത് നമ്മുടെ തുണികൾക്കൊന്നും ഒട്ടും തന്നെ നല്ലതല്ല. കുറച്ചൊക്കെ കഴിഞ്ഞ് നമ്മളത് സ്ഥിരം ആ ഒരു ബ്രഷ് സ്ഥിരം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ കോളറിൻ്റെ കോളറിൻ്റെ ആ ഒരു തുണിക്കുള്ളിലുള്ള കോളറിൻ്റെ ഒരു ഭാഗം പതുക്കെ എന്താ പറയുക, പതുക്കെ കുതിരാനൊക്കെ തുടങ്ങും. അത് സ്റ്റിഫായിട്ട് നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് കൂട്ടി തീരുമാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ ഞാൻ ഇനി ഒരു 15 മിനിറ്റും കൂടെ ഞാൻ വെള്ളത്തിലൊന്ന് മുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 15 മിനിറ്റ് എന്നുള്ളത് ഒരു അരമണിക്കൂർ വരെ സമയം അനുസരിച്ച് മുക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മുക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ചെറുതായിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ നിരക്കം മാറിയിട്ടുണ്ട്. ഒത്തിരി അഴുക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ഷർട്ടിൻ്റെ ആ ഒരു കോളറിൽ മാത്രമേ അഴുക്കുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വലിയ അഴുക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ മെയിൻലി ഈ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുന്ന ഒരു സൂത്രമാണല്ലോ കാണിക്കുന്നത്.
അപ്പോൾ ഇനിയൊന്നുമില്ല, നല്ലതുപോലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ടൂത്ത് ബ്രഷൊക്കെ വെച്ചിട്ട് അതിൻ്റെ അഴുക്കൊക്കെ നല്ലതുപോലെ ഒന്ന് കളയുക. ഇനി നമ്മൾ സാധാരണ നിങ്ങൾ എങ്ങനെയാണോ അലക്കുന്നത്, ഇപ്പോൾ ചില ആൾക്കാർ കല്ലുമ്മയായിരിക്കും അലക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ നേരെ കല്ലുമ്മ സാധാരണ അലക്കുന്ന പോലെ ഒന്ന് തിരുമ്മോ അല്ലെങ്കിൽ ഒന്ന് കൊട്ടി അലക്കുകയോ ചെയ്യാം. അതല്ല ഇനി വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് വാഷിംഗ് മെഷീനിൽ അലക്കി എടുക്കാം. അപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഇതിൻ്റെ ആ കോളറിൻ്റെ ഉള്ള അഴുക്കൊക്കെ പൂർണ്ണമായിട്ടും തന്നെ മാറിയിട്ടുണ്ടെന്ന് പറയാം. ഇനി നമ്മൾ അലക്കും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഇതൊന്നുമില്ല. നമ്മൾ സാധാരണ ഇതൊരു തലവേദനയായിട്ടാണ് എടുക്കാറുള്ളത്. ഇനിയൊരു തലവേദനയൊന്നും അല്ല, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതിൽ പാലാണ് നമ്മുടെ വസ്ത്രങ്ങൾക്ക് വെള്ള നിറം കൊടുക്കുന്നത്. ഇത് ശരിക്കും ഒരു മാജിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് സാധാരണ അലക്കുന്നത് പോലെ ഇതൊന്ന് അലക്കിയെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള അഴുക്കൊക്കെ നല്ലതുപോലെ തന്നെ പോയിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിതിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ അലക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ കോളർ നോക്കിക്കേ, ഒട്ടും തന്നെ അഴുക്കില്ല. ഇനി നമ്മളിത് നല്ലതുപോലെ വെയിലത്തിട്ട് ഉണക്കണം. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്, എനിക്കറിയില്ല, ചിലവർക്കെങ്കിലും ഉണ്ടാവും, വെള്ള വസ്ത്രങ്ങൾ ഒരിക്കലും വെയിലത്തിട്ട് ഉണക്കരുതെന്നുള്ളത്. അത് തെറ്റാണ്. വെള്ള വസ്ത്രങ്ങൾ എപ്പോഴും വെയിലത്തിട്ട് തന്നെ വേണം ഉണക്കാൻ. അതേസമയം കളറായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല. അത് കുറച്ച് നിഴലത്ത് ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട് ഇവിടെ ഒന്ന് പുറത്ത്. അപ്പം ഞാനിന്ന് വെള്ള വസ്ത്രങ്ങളൊക്കെ ഇന്നാണ് ഞാനിന്ന് കഴുകുന്നത്. വെള്ള ഷർട്ടുകൾ, അതുപോലെ വെള്ള ബനിയനുകളൊക്കെ ഇന്ന് കഴുകിയിടാണ് ചെയ്യുന്നത്. ഞാൻ വെയിലത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പം തന്നെ നിങ്ങൾക്ക് കളർ ഡിഫറൻസ് കാണാം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഇട്ട പോലത്തെ ഷർട്ടിൻ്റെ കളറാണോ ഇത് നോക്കിക്കേ, ഭയങ്കരമായിട്ട് മാറ്റമുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങാനായിട്ട് നമുക്കൊന്ന് അനുവദിക്കാം. ഇനി അതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഷർട്ടൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്, നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു വൈറ്റ് കളറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മളിത് അടിപൊളിയായിട്ടൊന്ന് തേച്ചും കൂടി എടുക്കുമ്പോഴത്തേക്കും ഷർട്ട് സൂപ്പറാണ്. അപ്പോൾ ഇനി വെള്ള വസ്ത്രങ്ങൾ അയ്യോ കളർ മങ്ങിയെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട. പ്രത്യേകിച്ച് ഡിറ്റർജൻറ്റോ അങ്ങനത്തെ ഒന്നും മേടിക്കേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു കുഞ്ഞ് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് നമ്മുടെ വസ്ത്രങ്ങൾ നല്ല പള വെട്ടിത്തിളക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.